പ്രൈസ് ദ ലോർഡ്. സ്വർഗീയ വചസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ദിവ്യകാരുണ്യ തിരുനാൾ ആഗോള കത്തോലിക്ക സഭ ആചരിക്കുകയാണ്. ദിവ്യകാരുണ്യം സഭയുടെ പ്രഥമമായ ഒരു സ്ഥാനമാണ്. ദിവ്യകാരുണ്യത്തിലൂടെയാണ് ഈശോയെ നമുക്ക് ഇന്ന് സ്വന്തമാക്കാനും ആസ്വദിക്കാനും അനുഭവിക്കാനുമൊക്കെ സാധിക്കുക. ദിവ്യകാരുണ്യനാഥൻ രാവും പകലും തിരുവോസ്തിയിലിരുന്ന് തൻ്റെ വേദനിക്കുന്ന മക്കളെ തന്നിലേക്ക് ആകർഷിക്കുകയും തന്നിൽ നിന്ന് അനുഗ്രഹങ്ങൾ അവരിലേക്ക് ധാരാളമായി വർഷിക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ദിവ്യകാരുണ്യം. അതുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥനുമായി നല്ല ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. കുറച്ച് നാൾ മുമ്പ് ഒരു സഹോദരി തൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞത് ഓർക്കുകയാണ്. അവർക്ക് ഇല്ലാത്ത രോഗങ്ങളൊന്നുമില്ല. ഹെർണിയയുടെ അസുഖമുണ്ട്, കരളിന് അസുഖമുണ്ട്, ഹാർട്ടിന് അസുഖമുണ്ട്, പ്രഷറുണ്ട്, ഷുഗറുണ്ട്, തൈറോയിഡുണ്ട്, കൊളസ്ട്രോളുണ്ട്. അങ്ങനെ എല്ലാ ലിസ്റ്റുകളും, രോഗങ്ങളുടെ എല്ലാ ലിസ്റ്റുകളും ഉള്ളൊരു വ്യക്തിയാണ്. ഒരുപാട് മരുന്ന് കഴിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഈ ഹെർണിയയുടെ പീഡകൾ ഇങ്ങനെ വർദ്ധിച്ച് വരികയാണ്. ഓപ്പറേഷൻ വേണം എന്നാണ് ഡോക്ടർ പറയുക. പക്ഷേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർക്ക് എല്ലാ തരത്തിലുള്ള അസുഖങ്ങൾ, പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഇങ്ങനെ സ്ട്രോങ് മെഡിസിനൊക്കെ കഴിച്ച് ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, നിവർന്ന് കിടക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അവരുടെ രീതി, ജീവിത ശൈലി അങ്ങനെയായി മാറി. ഒരു ദിവസം ദിവ്യകാരുണ്യ സന്നിധിയിൽ വരുമ്പോൾ ആരുമില്ല. ആരാധനയ്ക്ക് എഴുന്നള്ളിപ്പിച്ച് ഒരു ചാപ്പലിൽ വെച്ചിരിക്കുകയാണ്. ആരുമില്ല. നിശബ്ദമായി ഈശോ ഇവരെ മാത്രം കാത്തിരിക്കുകയാണ്. ഈ സഹോദരി തൻ്റെ വേദനകളെല്ലാം ഈശോയുടെ അടുക്കൽ ഇങ്ങനെ വന്ന് നിന്ന് പറയാൻ തുടങ്ങി. ഈശോയെ, വർഷങ്ങളായി ഞാനൊന്ന് മുട്ടുകുത്തിയിട്ട്, വർഷങ്ങളായി ഞാനൊന്ന് കമിഴ്ന്നു കിടന്ന് നിന്നെ ആരാധിച്ചിട്ട് അതിനുള്ളൊരു അനുഗ്രഹം തരണേ എന്നവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് മുട്ടുകുത്താനൊരു ഇൻസ്പിറേഷൻ ലഭിച്ചതനുസരിച്ച് ആ സ്ത്രീ മുട്ടുകുത്തി കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷം. അപ്പോൾ അവർ വിചാരിച്ചു, എന്നാ അങ്ങ് സാക്ഷാംഗം പ്രണമിച്ച് ദൈവത്തെ അങ്ങ് ആരാധിക്കാമല്ലോ. അങ്ങനെ അവർ കുമ്പിട്ടതിന് ശേഷം അവർ വിചാരിച്ചെന്ന് കമിഴ്ന്നു കിടന്ന് പ്രവാചകന്മാരെ പോലെ ദൈവത്തെ ആരാധിക്കാം. കമിഴ്ന്നു കിടക്കുമ്പോൾ ശരീരം മുഴുവൻ വേദനയാണ്. വേദന അങ്ങ് കൂടി വരാൻ തുടങ്ങി. ഇവർ വിചാരിച്ചു ചിലപ്പോൾ അറ്റാക്ക് വന്ന് ഈ ചാപ്പലിനകത്ത് കിടന്ന് ഞാൻ മരിച്ചു പോകും. ആരുമില്ല, വിളിക്കാനും ആരുമില്ല. അതിശക്തമായൊരു ചൂട്, അതിശക്തമായ തീക്കട്ട കൊണ്ട് പൊള്ളണത് പോലൊരു അനുഭവം തിരുവോസ്തിയിൽ നിന്ന് ഇവരുടെ ശരീരത്തിലേക്ക് അങ്ങ് ആവസിക്കപ്പെട്ടു. അവർ പറയണു, വേദന ഒരു ഭാഗത്ത്, പൊള്ളലൊരു ഭാഗത്ത്, തീയുടെ ചൂട്, രൂക്ഷമായ ചൂട്, അതിനപ്പുറത്ത് വിയർപ്പും. അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ മുഴുവൻ ഇങ്ങനെ വിയർപ്പിലങ്ങ് നനഞ്ഞു. കുറേ നേരം കഴിഞ്ഞു. ഒരു 1/2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ പൊള്ളുന്ന അനുഭവം അങ്ങ് മാറി. പിന്നീട് വേദന കുറഞ്ഞതായി അവർക്ക് അനുഭവപ്പെട്ടു. അവർ മുട്ടിൽ നിന്നു എഴുന്നേറ്റു, നടക്കാൻ തുടങ്ങി. അവർ പറയണു, ഈ 1/2-3 മണിക്കൂർ കൊണ്ട് എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന എല്ലാ പീഡകളും ഈശോ തൻ്റെ ദിവ്യകാരുണ്യത്തിലേക്ക് ഒപ്പിയെടുത്തു. പിന്നീട് എനിക്ക് പീഡകളില്ല. പിന്നീട് അവർ പോയി ഡോക്ടറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാ രോഗങ്ങൾക്കും വലിയ ശമനം വന്നിരിക്കുന്നു. ഹെർണിയ ഇനി ഓപ്പറേഷൻ വേണ്ട, ഹാർട്ടിന് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ എല്ലാം ഗ്രേഡുകളൊക്കെ കുറച്ചു. പിന്നീട് അവർ സ്വാഭാവികമായ ജീവിതത്തിലേക്ക് വരാൻ ദൈവം ഇടയാക്കി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും ദിവ്യകാരുണ്യ സന്നിധിയിൽ ദിവ്യനാഥൻ എന്നെയും നിങ്ങളെയും കാത്തിരിക്കുകയാണ്. സ്നേഹം നൽകാൻ, അനുഗ്രഹം നൽകാൻ, അഭിഷേകം നൽകാൻ, വേണ്ടളവിൽ വേണ്ടതുപോലെ നൽകാൻ കർത്താവ് തിരുവോസ്തി രൂപനായി 24 മണിക്കൂറും നമ്മെ കാത്തിരിക്കുകയാണ്. നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയ പ്രവാചകൻ മരണത്തിൻ്റെ വക്രതയിലൂടെ നടന്ന് ഓടുന്നൊരു അനുഭവം കാണാം. ഓടി അദ്ദേഹം ഒരു സ്ഥലത്ത് ചെന്നിരുന്നു. ക്ഷീണിതനായി ഉറങ്ങിപ്പോയി. ആ സമയത്ത് ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നുണ്ട്, ഏലിയ നീ വേഗം എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് ഏലിയായെ തട്ടി ഉണർത്തുന്നു. ഏലിയ ഉണർന്നു നോക്കുമ്പോൾ തൻ്റെ തലയ്ക്കൽ ഒരപ്പവും കുറച്ച് വെള്ളവും ഇരിക്കുന്നു. അദ്ദേഹം അത് കഴിച്ചു. എന്നിട്ട് വേഗം പിന്നെ അവിടെ തന്നെ കിടന്നുറങ്ങി. വീണ്ടും
ദൈവദൂതൻ പറയുന്നു, നീ എഴുന്നേൽക്ക്, ഭക്ഷിക്ക്, അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്ര ദുഷ്കരമായിരിക്കും. അങ്ങനെ അപ്പവും വെള്ളവും കഴിച്ച് 40 രാവും 40 പകലും നടന്ന് ഏലിയ ദൈവത്തിൻ്റെ മലയായ ഹൊറേബിലെത്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതം ദുഷ്കരമാകാതിരിക്കാൻ ദിവ്യകാരുണ്യത്തിൽ നമുക്ക് അഭയം തേടാം. എൻ്റെ ജീവിതം ധന്യമാകാൻ, എൻ്റെ വഴികൾ തുറക്കാൻ, എന്നിലുള്ള തടസ്സങ്ങൾ മാറാൻ, ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ ഈ ദിവ്യകാരുണ്യനാഥൻ എന്നെ സഹായിക്കും. ഏലിയായെ ശക്തിപ്പെടുത്തിയ അതേ ദൈവം ദിവ്യകാരുണ്യത്തിലൂടെ എന്നെയും നിങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ വിജയം നേടാനുള്ള എല്ലാ കൃപകളുടെ അനുഗ്രഹങ്ങളും ഈ തിരുവോസ്തിയിൽ നിന്ന് എൻ്റെ മേലും നിൻ്റെ മേലും നമ്മുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആമേൻ.